Good morning, guys. It's your cookie nomad back again with another video. Time is around 6:15. In the date 3, in the 6th of July. Sorry, 6th of August. രാവിലെ 6:15 ബൈ നമ്മൾ റൈഡ് ആന്ധ്രാപ്രദേശിലെ ചിത്തൂർ ഡിസ്ട്രിക്റ്റിലുള്ള കൈഗൽ ഫോൾസ് എന്ന് പേരുള്ള ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ റൈഡ് ഇന്ന്. വലിയ ദൂരമൊന്നുമില്ല, ആക്ച്വലി ഒരു 100-110 കിലോമീറ്ററേ ഉള്ളൂ. ഓക്കെ, എല്ലാവരും എത്തി. നമ്മളെ ഹെൽക്കാറ്റ് ആഫ്റ്റർ ലോങ് ടൈം ആൻഡ് ലക്ഷ്മൺ ബ്രോ. അപ്പം ലെറ്റ്സ് റൈഡ് നൗ. Feels so good to ride with the old guys. Not the old guys, old buddies. തണുപ്പ് പതിയെ പതിയെ മാറി തുടങ്ങി. വെളിച്ചം പതിയെ പതിയെ കുറച്ചുകൂടി ഒന്ന് ബ്രൈറ്റായി തുടങ്ങി. ആകാശത്തിലെ മേഘങ്ങൾ പതിയെ പതിയെ മാറി തുടങ്ങി. ഞങ്ങൾ പതിയെ പതിയെ പേസ് പിക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ചായ കുടിച്ചു, ഒന്ന് വാമപ്പായി എല്ലാവരും. ഇനി നമുക്ക് സ്ട്രെയിറ്റ് മൂൽബാഗൽ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കുള്ള ഹൈവേ ആണ്. മീൻസ് കോലാർ, മൂൽബാഗൽ, തിരുപ്പതി സെയിം ഹൈവേ. ഓ നത്തിങ്, ഇറ്റ്സ് ജസ്റ്റ് ബ്യൂട്ടിഫുൾ. ഇപ്പോൾ വെരി പ്ലസൻറ്റ്. ടെമ്പറേച്ചറും ഇപ്പോൾ വലിയ കുഴപ്പമില്ല. പ്ലസൻറ്റ് മേ ബി സംതിങ് അറൗണ്ട് 23-22 or maybe less than that. I'm just trying to keep up with them. Straight road, nalla road, no bumps, no humps, no people crossing. 3 കിലോമീറ്റർ മൂൽബാഗൽ, 3 കിലോമീറ്റർ, ചിത്തൂർ 80 കിലോമീറ്റർ. ഓക്കെ, അപ്പോൾ നമ്മൾ മൂൽബാഗലിൽ എത്തിയതിന് ശേഷം വേണം ഡീവിയേഷൻ എടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ മൂൽബാഗൽ എത്തിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് എന്നിട്ട് വേണം ഡീവിയേഷൻ എടുത്തിട്ട് പോകാനായിട്ട്. നമ്മളങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. മൂൽബാഗൽ ടൗൺ കഴിഞ്ഞു. നമ്മൾ കൈഗൽ ഫോൾസിലേക്കുള്ള ഡീവിയേഷൻ എടുത്തു, അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയൊരു 25-26 കിലോമീറ്ററോ ആണ് ഉള്ളത്. നല്ല കിടിലൻ സ്ഥലം കേട്ടോ. നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് നാട്ടിലേക്ക് പോകുമ്പോൾ ഗുണ്ടിൽപേട്ടേക്കല്ലേ, അതേപോലത്തെ ഒരു സ്ഥലം. രണ്ട് സ്ഥലം തോട്ടങ്ങളും കൃഷിയും പിന്നെ വൈഡായിട്ടുള്ള റോഡും എല്ലാം കൂടി. നമ്മളങ്ങനെ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. പക്ഷേ ചെറിയൊരു പ്രശ്നമുണ്ട്. ചെറുതായിട്ട് പാളിയ പോലുണ്ട്. കാരണം മേലെ തന്നെ ചോദിച്ചപ്പം വെള്ളം തീരില്ല എന്നാണ് കേട്ടത്. നമ്മൾ ലൊക്കേഷനിൽ എത്തിയിരിക്കുന്നു. യെസ്, ഈ ഫൗണ്ട് വാട്ടർ. അവിടേക്ക് ആൾക്കാർ കുളിക്കുന്നുണ്ട്. ഈ വെള്ളം ഇങ്ങനെ താഴേക്ക് പോയിട്ട് അതിലൂടെ അങ്ങനെ പോയിട്ട് താഴെ ഒരു വാട്ടർഫോൾ ഉണ്ട്, അവിടത്തേക്കാണ് പോകുന്നത്. എന്തായാലും വന്നത് വെറുതെ ഇല്ല. വെള്ളമുണ്ട്. വെള്ളം നമ്മൾ പ്രതീക്ഷിച്ചത്ര വെള്ളം ഇല്ലെങ്കിലും കുറച്ചൊക്കെ വെള്ളമുണ്ട്. അത് കണ്ടില്ല? അതാണ് നമ്മൾ ഫോട്ടോയിൽ കണ്ട ആ സ്റ്റെപ്സ്. ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കാണുന്ന ഒരു ശിവലിംഗം, പിന്നെ ഒരു സ്റ്റെപ്സ്, മേലെ നിന്ന് വെള്ളം വീഴുന്നത്. പക്ഷെ അവിടെ ഭയങ്കര രസമാണ്, ഒരുപാട് പേരുണ്ട്. അപ്പോൾ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് കണ്ടേ, അത് അവിടെ തൊട്ട് താഴെയായിട്ട് കുറച്ച് ഏരിയ ഉണ്ട്. കുഴപ്പമില്ല, വെള്ളമുണ്ട് അത്യാവശ്യം.
നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞു. അപ്പം തിരിച്ച് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഭയങ്കര റഷായിരുന്നു. നമ്മൾ വന്ന സമയത്ത് ഒരു 10-15 പേരുണ്ടായിരുന്നുള്ളൂ. അപ്പം ഒരുപാട് പേരായി. ഭയങ്കര വെയിലത്ത് വെള്ളത്തിൽ കുളിച്ചിട്ടാണ് തോന്നുന്നത്. ഭയങ്കര ക്ഷീണം. ബൈക്കിലാണ്. ഗ്രേറ്റ് റോഡ്സ്, അടിപൊളി. ഇറ്റ്സ് ഗെറ്റിംഗ് ബെറ്റർ ആൻഡ് ബെറ്റർ. തിരിച്ച് വരുന്ന വഴിക്ക് നമ്മൾ നോർമൽ ഹൈവേയിലൂടെ വന്നില്ല. കാരണം അത് ഭയങ്കര ബോറിങ് ഹൈവേ, സ്ട്രെയിറ്റ് ഹൈവേ, ഒന്നും ചെയ്യാനില്ല, ഡിസ്റ്റീസ് ഒന്നുമില്ല. അപ്പം വൻ ബോറിങ് ആയിരിക്കും എന്നുള്ളതുകൊണ്ട് നമ്മൾ വേറൊരു ഡീവിയേഷൻ എടുത്തിട്ടാണ് വന്നത്. മൂൽബാഗൽ ടൗൺ ടച്ച് ചെയ്യാതെ വേറൊരു ഡീവിയേഷൻ എടുത്ത് കോലാർ ടച്ച് ചെയ്യുന്ന ഒരു റോഡിലൂടെ വരുന്നത്. ഞങ്ങൾ വന്ന വേ ആണ് ആക്ച്വലി. അപ്പം അവിടെ നല്ലൊരു ലേക്ക് കണ്ടപ്പോൾ അവിടെ ചുമ്മാ ഒരു ബ്രേക്ക് എടുക്കാൻ വേണ്ടി എത്തി. നമ്മൾ അറ്റ് ലാസ്റ്റ് കോലാർ എത്തി. നമ്മൾ ലഞ്ച് കഴിച്ചു. നല്ല അടിച്ച് കയറ്റിയിട്ടുണ്ട്. അവിടെ ഇനി കുറച്ച് ദൂരമുള്ളൂ. ഇനി അപ്പാട് 40 കിലോമീറ്ററിൻ്റെ അടുത്തുള്ളൂ. ലഞ്ച് കഴിച്ച റെസ്റ്റോറൻറ്റ് പിറകിൽ കാണാം നിങ്ങൾക്ക്. പിറകിൽ നല്ല വ്യൂ ഒക്കെയാണ് അല്ലേ. അപ്പം അത്രയ്ക്ക് തന്നെ ഉള്ളൂ. കുഞ്ഞു വീഡിയോയായിരുന്നു, ചെറിയ റൈഡായിരുന്നു. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. കമൻസൊക്കെ നല്ലതാണെങ്കിലും മോശമാണെങ്കിലും താഴെ മെൻഷൻ ചെയ്യുക. ബൈ.